കോടതികളുമായി ഏറ്റുമുട്ടുന്നത് അവസാനിപ്പിക്കണം. എറണാകുളം കത്തീഡ്രൽ ബസിലിക്ക, തൃപ്പൂണിത്തറ ഫൊറോന പള്ളി, പാലാരിവട്ടം പള്ളി, മാതാനഗർ പള്ളി എന്നിവിടങ്ങളിലെ വികാരിമാരെ നോക്കുകുത്തികളാക്കി അഡ്മിനിസ്ട്രേറ്റർമാരെ നിയമിച്ച മാർ ബോസ്കോ പുത്തൂരിന്റെ നടപടി കോടതി അലക്ഷ്യവും കാനൻ നിയമ ലംഘനവുമാണ്. സമാധാനപരമായി അജപാലന ശുശ്രൂഷ ചെയ്തു വരുന്ന വൈദികരുടെ മുകളിൽ അഡ്മിനിസ്ട്രേറ്റർമാരെ നിയോഗിച്ച കാനൻ നിയമങ്ങൾക്ക് പോലും വിരുദ്ധമായ മാർ പുത്തൂരിന്റെ നടപടിക്കെതിരെ സിവിൽ കോടതിയിൽ ഈ വൈദികർ കേസുകൾ നൽകിയിട്ടുള്ളതാണ്. ആ കേസുകൾ ന്യായവിധിക്കായി കോടതി പരിഗണിച്ചു വരുന്ന സമയത്ത് ആ പള്ളികളിലെ നിലവിലെ സ്ഥിതി തുടരണമെന്ന് കോടതി വാക്കാൽ പറഞ്ഞിട്ടുള്ള കാര്യം മാർ ബോസ്കോയ്ക്കും ക്രിമിനൽ കൂരിയായ്ക്കും അറിയാവുന്നതാണ്. കളവ്, വഞ്ചന, തട്ടിപ്പ് എന്നീ കേസുകളിൽ സഭാ സംവിധാനങ്ങൾ നടത്തിയ അന്വേഷണത്തിലും സർക്കാർ ഏജൻസികളുടെ കണ്ടെത്തലിലും കുറ്റക്കാരനായ വ്യക്തി ഒപ്പിട്ട് നൽകുന്ന കൽപ്പനയ്ക്ക് അതിരൂപതയിലെ വിശ്വാസികൾ യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഏതൊരു പൗരന്റെയും ഒന്നാമത്തെ നിയമം ഭരണഘടനയാണ്. ഭരണഘടനാനുസൃതം രൂപപ്പെട്ട കോടതികളെ ബഹുമാനിക്കുക ഏതൊരു പൗരന്റെയും കടമയാണ്. കോടതി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ മാർ ബോസ്കോ ഇടപെടുന്നത് കോടതി അലക്ഷ്യമാണ്. അവിവേകികളായ ഉപദേശകരാണ് മാർ പുത്തൂരിനെ വഴിതെറ്റിക്കുന്നത്. ഒരു പാസ്റ്ററിനെ ഒരു പള്ളിയിലോ സ്ഥാപനത്തിലോ നിയമിച്ചു കഴിഞ്ഞാൽ നിശ്ചിത കാലഘട്ടം പൂർത്തിയാക്കാതെ നീക്കം ചെയ്യുന്നത് പൗരസ്ത്യ കാനൻ നിയമം 284 വിലക്കുന്നു. അധികാര വെറിപ്പൂണ്ട് എങ്ങനെയെങ്കിലും ജനുവരി 6 ആരംഭിക്കുന്ന സീറോ മലബാർ മെത്രാൻ സിനഡിന് മുൻപായി ഈ പള്ളികളിൽ സിനഡ് കുർബാന അടിച്ചേൽപ്പിക്കാനുള്ള തന്ത്രമാണ് മാർ പുത്തൂർ അധികാര ദുർവിനിയോഗം നടത്തി ചെയ്തു വരുന്നത്. ഇത്തരം കാനൻ നിയമ ലംഘനവും സിവിൽ നിയമ ലംഘനവും ഒരേ തരത്തിലും അതിരൂപതയിലെ വൈദികരോ സന്യസ്തരോ വിശ്വാസികളോ സ്വീകരിക്കുന്നില്ല. മാർ ബോസ്കോയുടെ ഇത്തരം കൽപ്പനകൾക്ക് സിവിൽ കോടതിയുടെ മുൻപാകെ യാതൊരു വിലയുമില്ല. ഈ പള്ളികളിലെ വിശ്വാസികൾ അധികാരധാർഷ്ട്യത്തിന്റെ തീട്ടൂരങ്ങളെ അവഗണിക്കുക മാത്രമല്ല, അവരുടെ വികാരിമാരെ അവരുടെ പള്ളികളിൽ നിന്നും യാതൊരു കാരണവശാലും വിട്ടുപോകാൻ അവർ അനുവദിക്കുകയുമില്ല. കോടതി വിധി വന്നതിന് ശേഷം നിയമോപദേശം തേടി ഉചിതമായ തീരുമാനം വൈദികർ എടുക്കും. അതിനു മുൻപ് ഈ പള്ളികളിലെ അഡ്മിനിസ്ട്രേറ്റർമാർ നൽകുന്ന സർട്ടിഫിക്കറ്റുകളൊന്നും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വികാരിമാർ സ്വീകരിക്കുകയുമില്ല.